വീട്ടിലേക്ക് ആവശ്യമുള്ള ധാന്യങ്ങൾ ഹൈജീനിക്കായിട്ട് പൊടിക്കുക. അതായത് നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് പൊടി 2 തരത്തിലേ കിട്ടുള്ളൂ. ഒന്ന് പാക്കറ്റിലെ പൊടി, പ്രിസർവേറ്റീവ്സ് ആണ്, അറിയാലോ എന്തായിരിക്കും എന്നുള്ളത്. ഓക്കെ. രണ്ടാമത്തത് മില്ലാണ്. മില്ല് ഹൈജീനിക്ക് എത്രയുണ്ടെന്നുള്ളത് അറിയാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ഹൈജീനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ആവശ്യം കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തു വയ്ക്കുക. അതുകൊണ്ടോ ഇതേപോലെ ഹൈജീനിക്കാണ്, സ്റ്റീലാണ്. കിണ്ണം കഴുകുന്നത് പോലെ കഴുകാം. ഇനി ഇതിൻ്റെ പ്രവർത്തനം കാണിച്ചു തരാം. അതായത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ധാന്യങ്ങളിൽ പെസ്റ്റിസൈഡ് ഉപയോഗിക്കും, വാട്ടർ ബേസ്ഡ് ആണ്. കഴുകിയാൽ ഓൾമോസ്റ്റ് ഒരു 50% കൂടുതൽ പെസ്റ്റിസൈഡ് പോകും. ഇതൊക്കെ കഴുകിയാണ് നമ്മൾ പൊടിക്കുന്നത്. നമ്മൾ മെഷീൻ ഓൺ ചെയ്യുക, പൊടിക്കുന്ന ധാന്യങ്ങൾ എന്താണെങ്കിലും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക, തനിയെ അതിനുള്ളിൽ പോകും. ഇപ്പോൾ എത്ര കട്ടിയുള്ളതാണെങ്കിലും ഇടാം. ഇതിൻ്റെ ഒരു പ്രത്യേകത, പൊടി ചൂടാവില്ല. സാധാരണ നമ്മൾ വലിയ മില്ലിലൊക്കെ പോയി കഴിഞ്ഞാൽ പൊടി ചൂടാവും. പൊടി ചൂടായാലുള്ള പ്രത്യേകത എന്താണെങ്കിൽ ഒരു പ്രാവശ്യം പൊടി വെന്താൽ അതിൻ്റെ രുചിമാറ്റം സംഭവിക്കും. ഇതിലതങ്ങനെ സംഭവിക്കില്ല. അത് നമ്മൾ എന്താണെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. അത് നമ്മൾ പറയണതല്ല, നിങ്ങൾക്ക് ഈ പൊടി പിടിച്ചാൽ അറിയാൻ പറ്റും. തണുത്ത പൊടിയായിരിക്കും. അപ്പോൾ അതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻസോ വാട്ടർ കണ്ടൻസോ ഓയിൽ കണ്ടൻസോ ഒന്നും നഷ്ടപ്പെടില്ല. ഇപ്പോൾ രുചി കൂടുതൽ വരും. ഇതിൽ ഫിൽറ്ററാണ്. ഇതിനുപയോഗിച്ചിരിക്കുന്നത് മൂർച്ചയില്ലാത്തൊരു ബ്ലേഡാണ്. ലൈഫ് ടൈമാണ്. മൂർച്ച പോകുമെന്ന് പറഞ്ഞിട്ട് മാറ്റേണ്ട കാര്യമില്ല. ഓക്കെ. ഇതാണ് ഇതിൻ്റെ ക്വാളിറ്റി. ഇതിലെ പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കഴിപ്പട്ടയ്ക്ക് വരും. നമ്മൾ ആവശ്യാനുസരണം മാറാനായിട്ട് അരിപ്പകളുണ്ട്. ഇത് സീഡ്സിനുള്ളതാണ്, ഇത് സ്പൈസസിനാണ്. ഇത് കുതിർത്തിട്ടുള്ള അരി 2 തരത്തിലാണ് പൊടിക്കുക. നൈസായിട്ട് പൊടിക്കും, തരിയായിട്ട് പൊടിക്കും. അതിന് വേണ്ടിയിട്ടാണിത്. ഇനി ഇത് മാത്രമല്ല, പൊടിക്കുന്നത് കഴിഞ്ഞാൽ തീർന്നില്ല, നമുക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് ഊരിയെടുത്ത് മാറ്റുക. നമ്മളിതാ ഇതേപോലെ ജാറ് വെച്ചാൽ നമുക്ക് വിപണിയിൽ കിട്ടുന്ന മിക്സിയേക്കാൾ പവർഫുള്ളായിട്ടുള്ള മോട്ടറാണത്. കാരണം ഇതിൻ്റെ മോട്ടർ മില്ലിൻ്റെ മോട്ടറാണ്, മിക്സിയുടെ അല്ല. ഘടനയ്ക്ക് വ്യത്യാസമുണ്ട്, RPM വ്യത്യാസമുണ്ട്, വൈൻഡിങ്ങിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മിക്സിയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറണ്ടിൻ്റെയിലും വർക്കിങ്ങിൻ്റെയിലും അരപ്പിലും വ്യത്യാസം ഒത്തിരി കിട്ടും, ലാഭം. അതാണ് ഇതിൻ്റെത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് നല്ലൊരു ഓഫറിലാണ്. 9,000 രൂപയോളം ഇതിൻ്റെ വില വരുന്നുണ്ട്. ഇവിടെ നമ്മൾ 2,000 ചില്ലാൻ രൂപയോളം ലെസ്സാക്കിയിട്ട് 6,800 രൂപയ്ക്ക് 6 വർഷം വാറൻറ്റിയോട് കൂടിയിട്ട് ഈ കാണുന്ന 4 ജാറുകൾ സൗജന്യമായിട്ട് കൊടുക്കുന്നത്. മനസ്സിലായോ? ഇതാണ് ഇവിടുത്തെ ഓഫർ. ഇതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലായി. ഏറ്റവും കൂടുതൽ നമ്മൾ വിഷം കഴിക്കുന്ന ചെല്ലുന്നത് നമ്മുടെ ഇൻടേക്ക് ആവുന്നത് പൗഡറിലൂടെയാണ്. പിന്നെ ബാക്കിയുള്ള വാർത്തകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കമ്പനികൾ എത്രത്തോളം ബാൻ ചെയ്തു, എത്ര ഫൈൻ അടച്ചു എന്നുള്ളത് ഞാൻ വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ ഉണ്ടായി കഴിഞ്ഞാൽ 1 ഗ്രാം മുതൽ 10 കിലോ വരെ നമുക്ക് പൊടിച്ചെടുക്കാം. 1 മണി കടല ഇട്ടാലും പൊടിഞ്ഞു വരും. നിശ്ചിതമായിട്ട് ക്വാണ്ടിറ്റി ആവശ്യമില്ല. ഇതാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. ഓക്കെ.